2 ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഡോക്ടർ രമ എന്ന് പറയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ്റെ മേധാവി. രണ്ടാമത്തത് ആ കോളേജിലെ തന്നെ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരൻ. ഇവർ 2 പേരും ചേർന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തു. അവരുടെ റിപ്പോർട്ടിലും മൊഴിയിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സിസ്റ്ററിൽ കന്യാചർമ്മം അതുപോലെ കാണപ്പെട്ടുവെന്ന്. ഇൻടാക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇൻടാക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ കന്യകയല്ല എന്ന്, അല്ലെങ്കിൽ അവർ കൃത്രിമമായി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചതാണെന്ന് CBI തെളിയിക്കാത്തിടത്തോളം കാലം അവർ കന്യകയാണെന്ന് കോടതി പ്രഖ്യാപിക്കണം. അപ്പം റിപ്പോർട്ടും സർട്ടിഫിക്കറ്റും കൊടുത്ത് രമയാണ്. രമയുടെ സർട്ടിഫിക്കറ്റിൽ ഹൈമെനോപ്ലാസ്റ്റി നടത്തിയായിട്ടില്ല, അങ്ങനെ ഒരു വാക്കുമില്ല. ആകെ ഉള്ളത് സർജിക്കൽ ഇൻ്റർവെൻഷൻ, സ്കാർ ഒബ്ലിക് ഓപ്പറേഷൻ മാർക്ക്. അതായത് ഒരു വടുവോ ഒരു പാടോ ഒരു ഓപ്പറേഷൻ മാർക്കോ, വടു ഒബ്ലിക്, സ്കാർ ഒബ്ലിക്കാണ്. അപ്പം തീർത്ത് പറയുന്നില്ല, ഓപ്പറേഷൻ മാർക്കിന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. തീർത്ത് അവിടെ ഒരു ഓപ്പറേഷൻ മാർക്ക് ഉണ്ടെന്ന് പറയുന്നില്ല. അതേസമയം അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് CBI ഓഫീസർ എഴുതി വച്ചിരിക്കുന്ന 162 സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം അവരെ ഹൈമെനോപ്ലാസ്റ്റി നടത്തിയതായി സംശയിച്ചിരിക്കുന്നു. നടത്തിയേക്കാം, പക്ഷെ നടത്തിയിട്ടുണ്ട് എന്നില്ല. നടത്തിയേക്കാമെന്നൊരു വാക്കുണ്ട്. അവിടെയാണ് ഹൈമെനോപ്ലാസ്റ്റി എന്ന വാക്ക് ആദ്യമായി ഇവിടെ വരുന്നത്. കേസ് കോടതിയിൽ വന്നപ്പോൾ റിപ്പോർട്ട് കൊടുത്ത രമ പറഞ്ഞു, അവർ പറഞ്ഞ പോലെ പറഞ്ഞു, ഇത് എനിക്ക് പറയാനൊക്കത്തില്ല, ഹൈമെനോപ്ലാസ്റ്റി നടന്നോ ഇല്ലയോ എന്ന് പറയാനൊക്കത്തില്ല. ക്രോസ് എക്സാമിനേഷനിൽ ഡോക്ടർ രമ പറഞ്ഞു, എനിക്ക് ഈ സർജറിയുടെ പേര് പോലും അറിയാൻ വയ്യ. ഇതിൻ്റെ പേര് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഒരു കാര്യം അവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്, അവർക്ക് ഇത് സംബന്ധിച്ച് ഒന്നും അറിയില്ല, അവർക്കൊരു വൈദഗ്ധ്യവുമില്ല. അപ്പോൾ അവരുടെ മൊഴിക്കോ അവരുടെ സർട്ടിഫിക്കറ്റിനോ യാതൊരു വിലയുമില്ല. ലളിതാംബിക പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, ഈ ഹൈമൻ കണ്ടിട്ട് ഹൈമെനോപ്ലാസ്റ്റി നടത്തിയായിട്ട് സംശയമുണ്ട്, എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അതിന് മാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ മാർക്കില്ല. ഹൈമെനോപ്ലാസ്റ്റിയുടെ ലക്ഷണം എന്താണ് അറിഞ്ഞുകൂടാ. ഇതിനു മുമ്പ് നിങ്ങൾ ഹൈമെനോപ്ലാസ്റ്റി ചെയ്ത ഹൈമൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹൈമെനോപ്ലാസ്റ്റി നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇതിന് ശേഷമോ മുൻപോ ഹൈമെനോപ്ലാസ്റ്റി ഓപ്പറേഷൻ എങ്ങനെ നടത്തുമെന്ന് അറിയാമോ? ഇല്ല. ഡോക്ടർ ലളിതാംബിക കരുണാകരനിലേക്ക് വരുമ്പോൾ അവർ ക്രോസ് എക്സാമിനേഷനിൽ ഒരു കാര്യം സമ്മതിച്ചു, ഈ വിഷയം കോളേജിൽ പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു കന്യാചർമ്മം നടത്തിയ ശസ്ത്രക്രിയ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അത് സംബന്ധിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ളത് പ്ലാസ്റ്റിക് സർജനാണ്. അപ്പോൾ വളരെ വ്യക്തമല്ലേ ഇവർക്ക് വൈദഗ്ധ്യമില്ല എന്ന്. ഈ വൈദഗ്ധ്യമില്ലാത്ത ഇവർ 2 പേരും പറഞ്ഞിരിക്കുന്നത് ഹൈമെനോപ്ലാസ്റ്റി നടന്നോ എന്ന് സംശയമാണെന്നാണ്. അല്ലെങ്കിൽ ഹൈമെനോപ്ലാസ്റ്റി നടന്നിരിക്കാം, പക്ഷേ അതിനു മുമ്പ് അവരൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. സർജറി എന്നെഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നു സർട്ടിഫിക്കറ്റിൽ. അതിൻ്റെ അർത്ഥം ഇതാണത്, സർജറി നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാൻ ഞങ്ങൾക്കറിയില്ല. അവരുടെ ഈ വിഷയത്തിലുള്ള അറിവില്ലായ്മയാണ് അവർ കാണിച്ചിരിക്കുന്നത്. 43 എവിഡൻസ് ആക്ട് പ്രകാരം എക്സ്പെർട്ട് എന്ന് പറയുന്നയാൾ ഇതിനു മുമ്പ് ഇത് നടത്തി പരിചയമുള്ളയാളെന്നാണ്. ഒരു പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റോ എന്ത് സർട്ടിഫിക്കറ്റും എക്സ്പെർട്ട് മീൻസ് മുൻപരിചയമുള്ളയാളെന്നാണ്. ഇതുവരെ ഒരു ഹൈമെനോപ്ലാസ്റ്റി കണ്ടിട്ടില്ലാത്ത, ഹൈമെനോപ്ലാസ്റ്റി നടത്തിയ ഹൈമൻ കണ്ടിട്ടില്ലാത്ത, അതിൻ്റെ ലക്ഷണം എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത, എന്തൊക്കെയാണ് അതിൻ്റെ മാറ്റമെന്നറിയാത്ത ഒരാൾ ചുമ്മാ കയറി വിളിച്ചു പറഞ്ഞതാണ് നടത്തിയിരിക്കാമെന്ന്.
അങ്ങനെ ഒരെണ്ണം ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ച് നടത്തി, എപ്പോൾ നടത്തി, എങ്ങനെ നടത്തി, അത് പറയാൻ എക്സ്പേർട്സ് ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ തെളിവ് കൊടുക്കാൻ CBI ബാധ്യസ്ഥരാണ്. ഇന്ത്യൻ തെളിവ് നിയമം 45-ാം വകുപ്പ് അനുസരിച്ച് ഒരു കാര്യത്തിൽ ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് ആ വിഷയത്തിൽ വൈദഗ്ധ്യം ഉള്ളവർ മാത്രമാണ്. മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ നിയമം അനുവദിക്കുന്നില്ല.